ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആൻ പാരായണ പഠനത്തിൻ്റെ ഭാഗമായി നാം മനസ്സിലാക്കി വരുന്ന അഹ്കാമു തജ്വീദ് നിയമങ്ങൾ, അതിൽ സുപ്രധാനമായ ഭാഗമാണ് അഹ്കാമു നൂനി സാക്കിന വ തൻവീൻ. സുക്കൂൻ നൽകപ്പെട്ട നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ അറിയുക എന്നത് തിലാവത്തിൻ്റെ ഭംഗിയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. മണിച്ചുകൊണ്ടും നീട്ടിയും പാരായണം ചെയ്യുക, അത് കൃത്യമായ അതിൻ്റെ നിയമങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചാവുക എന്നതൊക്കെ. ഇതിൽ നൂനു സാക്കിന വ തൻവീനിൻ്റെ നിയമങ്ങളിൽ നാം രണ്ടാമതായി പറഞ്ഞു വെച്ചതാണ് അൽ ഇദ്ഗാം, ലയിപ്പിച്ചുച്ചരിക്കുക എന്ന ഭാഗം. യർമലൂന എന്ന 6 അക്ഷരങ്ങളാണ് ഇദ്ഗാമിനുള്ളത്. അഥവാ ഈ അക്ഷരങ്ങൾക്ക് മുമ്പിൽ സാക്കിനത്തായ നൂനും തൻവീനും മറ്റൊരു പദത്തിലായി വരുമ്പോഴാണ് ലയിപ്പിക്കുക എന്ന പ്രക്രിയ, അതായത് ഇദ്ഗാം ചെയ്യുക എന്ന കാര്യം സംഭവിക്കുന്നത്. അതിൽ അൽ ഇദ്ഗാമു ബി ഗുന്ന, മണിച്ചുകൊണ്ട് ലയിപ്പിക്കേണ്ട ഭാഗമാണ് നാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളത്. അതാവട്ടെ യൻമു എന്ന 4 അക്ഷരങ്ങൾക്ക് മുമ്പിലുമാണ്. ഇനി അതിൻ്റെ ബാക്കി ഭാഗമായ ഇദ്ഗാം ബി ഗൈരി ഗുന്ന, ഇതാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ലാം റ എന്നീ 2 അക്ഷരങ്ങളിൽ സുക്കൂനുള്ള നൂനും തൻവീനും മണിക്കാതെ ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. ഇതിന് ഇദ്ഗാം ബി ഗൈരി ഗുന്ന എന്ന് പറയുന്നു. ലാം റ എന്നീ 2 അക്ഷരങ്ങളാണ് ഇദ്ഗാം ബി ഗൈരി ഗുന്നക്കുള്ളത്. യർമലൂനയിൽ യൻമു എന്ന 4 അക്ഷരങ്ങൾ ഒഴിവാക്കിയാൽ, മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ലാം റ എന്നീ 2 അക്ഷരങ്ങൾ. ഉദാഹരണം, ലാമിൻ്റെ തൊട്ട് മുമ്പിൽ സാക്കിനത്തായ നൂൻ മറ്റൊരു പദത്തിലായി വന്നതിനുള്ള ഉദാഹരണമാണ് അല്ലൻ. അൻ ലൻ എന്നത് അല്ലൻ നഖൂല എന്ന് പറയാം. അതുപോലെ തൻവീനും ശേഷം ലാമും മാലല്ലുബദ, മാലൻ ലുബദ. ഒന്നാമത്തേത് അല്ലൻ തഖൂല, രണ്ടാമത്തേത് തൻവീനിൻ്റെ ഉദാഹരണം മാലൻ എന്ന തൻവീനിനെ പൂർണ്ണമായും ലാമിലേക്ക് ലയിപ്പിച്ച് മാലല്ലുബദ എന്ന് ചൊല്ലുക. ഇവിടെ നൂനും തൻവീനും അല്പം പോലും കേൾക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ കാര്യം. പൂർണ്ണമായ ഇദ്ഗാമാണ്. അത് നമുക്ക് പിന്നീട് പറയാം. രണ്ടാമത്തെ അക്ഷരം റ ആണ്. റാഇൻ്റെ തൊട്ടുമുമ്പിൽ സാക്കിനത്തായ നൂനും തൻവീനും വരുമ്പോൾ അവിടെയും ഇതേ ഹുക്മ് തന്നെ, ഇദ്ഗാം ബി ഗൈരി ഗുന്ന, മണിക്കാതെ ലയിപ്പിച്ച് ഉച്ചരിക്കുക. മിർ റസൂൽ, മിർ റസൂൽ, മിൻ എന്ന നൂൻ അല്പം പോലും കേൾപ്പിക്കാതെ പൂർണ്ണമായും റായിലേക്ക് ലയിപ്പിക്കുന്നു. മിർ റസൂൽ, റായിന് ശബ്ദ കൊടുക്കുന്നു, നേരത്തെ ലാമിനും ശബ്ദ നൽകപ്പെട്ടതുപോലെ. അപ്പോൾ ഇവിടെ മുദ്ഗം ഫീഹിയായ ഏതൊരക്ഷരത്തിലാണോ ഇദ്ഗാം ചെയ്യുന്നത് ആ അക്ഷരത്തിന് ശബ്ദ കൊടുക്കുകയാണ്. ഫീ ഈശത്തിർ റാദിയ, ഈശത്തിൻ എന്ന പദത്തിലെ തൻവീനിന് ശേഷമുള്ള റായിൽ പൂർണ്ണമായും ലയിപ്പിക്കുന്നു. ഇദ്ഗാം ബി ഗൈരി ഗുന്ന. ഈ ഇദ്ഗാമിൽ രണ്ടും തന്നെ കാമിലാണ്. അതുകൊണ്ടാണ് അക്ഷരങ്ങൾക്ക് മുകളിൽ ശ്രദ്ധ എഴുതിയിട്ടുള്ളത് എന്ന് നാം പറയുകയുണ്ടായി. കാമിലും നാഖിസും നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് നാം കഴിഞ്ഞ തവണ ഇദ്ഗാം ബി ഗുന്ന എന്താണെന്ന് മനസ്സിലാക്കുകയുണ്ടായി. യാ, നൂന്, മീം, വാവ് എന്നീ 2 അക്ഷരങ്ങൾക്ക് മുമ്പിൽ 4 അക്ഷരങ്ങൾക്ക് മുമ്പിൽ സാക്കിനത്തായ നൂനോ തൻവീനോ വെവ്വേറെ പദങ്ങളിലായി വരലാണ്
ഇദ്ഗാം ബിഗുന്നക്കുള്ള കാരണം. എന്നാൽ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം വാവും യാവും ഒറ്റ പദത്തിൽ വന്നാൽ ഇൽഹാർ ചെയ്യുകയാണ് വേണ്ടത്. ഇൽഹാർ ചെയ്യുകയാണ് വേണ്ടത്. ഇത് 4 പദങ്ങളിൽ മാത്രമേ പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളൂ. അതാകട്ടെ അദ്ദുനിയ, ബുനിയാൻ, സിൻവാൻ, ഖിൻവാൻ എന്നീ 4 പദങ്ങളാണ്. ചിലത് താരതമ്യേന ഒന്നിലധികം തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ടെങ്കിലും ഈ 4 പദങ്ങൾ മാത്രമാണ് അപ്രകാരം വന്നിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ ഇൽഹാർ മുത്ലഖ് എന്നതാണ് സംഭവിക്കുന്നത്. ഈ ഇൽഹാറിൻ്റെ പേരാണ് ഇൽഹാർ മുത്ലഖ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനോട് മുൽഹഖായി ചേർക്കപ്പെടുന്ന ഒരു കാര്യമാണ് സൂറത്തു യാസീനിൻ്റെയും സൂറത്തുൽ ഖലമിൻ്റെയും തുടക്കത്തിലുള്ള ഹുറൂഫ് മുഖത്തഅ, കേവലാക്ഷരങ്ങൾ. യാസീനാണെങ്കിൽ യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്ന് ചേർത്തോതണം. അവിടെ വസ്ല് ചെയ്ത് ഒരാൾ ഓതുകയാണെങ്കിൽ യാസീൻ എന്ന് ഇദ്ഗാം ചെയ്യാൻ പാടില്ല, മറിച്ച് അവിടെ ഇൽഹാർ മുത്ലഖ് നൽകണം. അതേപോലെ സൂറത്തുൽ ഖലമിലും നൂൻ വൽ ഖലം, നൂൻ എന്ന് ഇദ്ഗാം ചെയ്യാൻ പാടില്ല. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് ഇൽഹാർ മുത്ലഖ് നൽകി ഉച്ചരിക്കണം എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്ക് ഇദ്ഗാം കാമിലും ഇദ്ഗാം നാഖിസും എന്താണെന്ന് മനസ്സിലാക്കാം. ലയിപ്പിക്കപ്പെടുന്ന മുദ്ഗമായ അക്ഷരത്തിൻ്റെ സ്വരവിശേഷണം പൂർണ്ണമായും ഇല്ലാതാവുകയും ഏതക്ഷരത്തിലാണോ ലയിപ്പിച്ചത് അത് മാത്രം ഉച്ചരിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ, ഇതിന് ഇദ്ഗാം കാമിൽ, പൂർണ്ണലയനം എന്ന് പറയുന്നു. ഈ സന്ദർഭത്തിൽ മുദ്ഗം ഫീഹിയായ അക്ഷരത്തിന് ശബ്ദ നൽകി, ദിത്വം നൽകി ഉച്ചരിക്കുകയും ചെയ്യും. മിന്നാർ. അപ്പോൾ ഇദ്ഗാം ബിഗുന്നയിലെ 2 അക്ഷരങ്ങളും ഇദ്ഗാം കാമിലാണ് എന്നർത്ഥം. ഇദ്ഗാം ബിഗുന്നയുടെ 4 അക്ഷരങ്ങളുണ്ട്. അതിൽ 2 ഇദ്ഗാം കാമിലാണ് ചെയ്യപ്പെടുക. നൂന്, മീം. മിന്നാർ, മിമ്മാൽ. റാ, ലാം ഇദ്ഗാം കാമിലാണെന്ന് നാം പറഞ്ഞു. മിർറഹീം അല്ലേ, മില്ലദുന്ന. ഇവിടെയൊക്കെ ഇദ്ഗാം കാമിലാണ്. അത് തൻവീനായിരുന്നാലും സുക്കൂനുള്ള നൂനായിരുന്നാലും. എന്നാൽ മുദ്ഗം ഫീഹി ആയ അക്ഷരത്തിൻ്റെ ശബ്ദവും സ്വരവിശേഷണവും ഭാഗികമായി ഇല്ലാതാവുന്ന അവസ്ഥ, ഇതിനാണ് ഇദ്ഗാം നാഖിസ്, ഭാഗിക ലയനം എന്ന് പറയുന്നത്. മുദ്ഗം ഫീഹിക്ക് ശബ്ദ് നൽകപ്പെടുകയില്ല എന്നർത്ഥം. മുദ്ഗം ഫീഹി ആയ അക്ഷരത്തിന് ശബ്ദ് നൽകപ്പെടുകയില്ല. അത് നാഖിസ് 2 അക്ഷരങ്ങളിലാണ്. വാവിൻ്റെയും യാഹിൻ്റെയും തൊട്ടുമുമ്പിൽ സുക്കൂനുള്ള നൂനോ തൻവീനോ വരുമ്പോഴാണ്. മിവ്വാൽ, ഇവിടെ മിവ്വാൽ എന്ന് പറയുകയില്ല, മിവ്വാൽ. എന്നാൽ വേറെ ചില റിവായത്തുകൾ, നമ്മുടെ ഖിറാഅത്തല്ലാത്ത മറ്റു ചില ഖിറാഅത്തുകളിലൊക്കെ എന്തുണ്ട്, പൂർണ്ണമായ ഇദ്ഗാം കാമിൽ നൽകി വാവിൻ്റെയും യാഹിൻ്റെയും മുമ്പിൽ, വാവിലും യായിലും ഇദ്ഗാം കാമിൽ നൽകി ഉച്ചരിക്കുന്ന രീതിയുണ്ട്. നമ്മുടെ റിവായത്ത് പ്രകാരമുള്ള നിയമമാണ് നാം പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇദ്ഗാം നാഖിസ് നൽകണം. മിയൂ എന്ന് പറയാം. മിയൂവൽ. നൂനിൻ്റെ ഉച്ചാരണം വാവിലേക്ക് ലയിപ്പിച്ച് ഉച്ചരിക്കുക, അതിലേക്ക് കൂട്ടിച്ചേർക്കുക, ലയിപ്പിക്കുക. ഇതാണ് ഇദ്ഗാം. എന്നാൽ പൂർണ്ണമായും ലയിപ്പിക്കാതെ ഭാഗികമായി, അപൂർണമായി ലയിപ്പിക്കുക. അതുപോലെ യാഇനും അതേ ഹുക്മ തന്നെ. യാഇനിലേക്കും തൻവീനെയും സക്കിനത്തായ നൂനെയും ലയിപ്പിക്കുമ്പോൾ നാഖിസായ ലയനമാണ്, ഇദ്ഗാമാണ് നൽകേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.
ബാറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.